ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗുളിക ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാ മത്സരാവുന്നേ? ഗുളിക തടി ഇങ്ങോട്ട്. തരില്ലടി അമ്പികെ. ഡോക്ടറെ എന്നോട് പ്രത്യേകം പറഞ്ഞതാ സൈക്കാട്രിയുടെ മെഡിസിന അംബിക തന്നെ കൊടുത്താ മതിന്ന്. ഇന്ന് എനിക്ക് ഗുളിക കൊടുക്കണമെന്നൊരാഗ്രഹം. ആ നിനക്കേ അവള് ഗുളിക തരും. ദേ യാമിനിക്ക് മെന്റൽ ഡിസീസാ, ഭ്രാന്ത്. അവള് വയലന്റ് ആയാലേ നിന്നെ എടുത്തിട്ട് അലക്കും. പറഞ്ഞു എന്താണ് നീ കാണിച്ചേ? കണ്ടില്ലേ ഗുളിക? ഇതെന്തിനാ നീ പിടിച്ചു വാങ്ങിയെന്ന? എന്നോട് നീ മത്സരിക്കാണോ? മത്സരോ? ഗുളിക ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാ മത്സരാവുന്നേ? ഗുളിക തടി ഇങ്ങോട്ട്. തരില്ലടി അമ്പികെ. ചെറിയമ്മ എഴുന്നേറ്റോ? എന്താ ചെറിയമ്മ? അതെ, എനിക്ക് ടാബ്ലറ്റ് താമോളെ. അംബിക ചേച്ചി തന്നോണ്ടിരുന്നത് അവരോട് വിളിച്ചു പറയും. അംബിക അമ്മായി തന്നോണ്ടിരുന്ന ടാബ്ലറ്റ് ഇനി കഴിക്കണ്ട. ഞാൻ വേറെ ടാബ്ലറ്റ് തരാം, അത് കഴിച്ചാ മതി. ചെറിയമ്മ കഴിക്കേ. ഇതല്ലല്ലോ ഞാൻ കഴിച്ചോണ്ടിരുന്ന. അതെനിക്ക് മനസ്സിലായി. അതാ അത് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അംബിക അമ്മായി തന്നിരുന്ന ടാബ്ലറ്റ് ഡിപ്രഷൻ കുറയാനല്ല, അത് കൂട്ടാനാണോ എന്ന് എനിക്കൊരു സംശയം. അത് ഞാൻ കണ്ടുപിടിക്കും. ചെറിയമ്മ ഇപ്പൊ ഇത് കഴിക്ക. അവരെന്നെ കൊല്ലാൻ നോക്കാണോ മോളെ? പക്ഷെ ആ ഗുളിക എന്തിനായിരുന്നു വളരെ വൈകാതെ ഞാൻ പറയാം. എന്താ മോളെ ഇത്? ഇത് ഇച്ചിരി കഞ്ഞിയാ ചേച്ചി. ഞാൻ കൊടുക്കാം. ചെറിയമ്മേ, ചെറിയമ്മ ഇത് കഴിക്ക. എനിക്ക് വേണ്ട മോളെ. അതൊന്നും പറഞ്ഞ പറ്റില്ല അമ്മേ. അമ്മ ഇത് കഴിക്കണം. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ചെറിയമ്മ കഴിക്ക. കഴിച്ചു. ഇതും കൂടി. എല്ലാ അലവരാതികളും ഉണ്ടല്ലോടാ. നീ ഇങ്ങോട്ട് വന്നേടാ. ഫയലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തിട്ടുണ്ട് സർ. ഇരിക്കെ. എന്തിനാ എഴുന്നേക്കുന്നത്? ഇരിക്കെ. ഇരിക്കെ.
ഇതെന്താ രാധമ്മ മാത്രം നിൽക്കുന്നേ? ഇരിക്കുക. ജയം പിന്നെ ചേച്ചിയുടെ പി അല്ലേ, അത് വകുപ്പ് വേറെ. വേണോട്ടാ, എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് വളരെ സന്തോഷമായി. യാമിനിയുടെ അസുഖം കാരണം ഞങ്ങൾ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. നിങ്ങളുടെ ഈ വരവ് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. ദയവായി പെട്ടെന്ന് ആരും ഇവിടുന്ന് പോകരുത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടെ എല്ലാവരും നിന്നിട്ടേ പോകാവൂ. അയ്യോ, ഞാൻ ഒരു ദിവസമല്ല, ഒരു വർഷം ഇവിടെ നിൽക്കാൻ തയ്യാറാണ്. ഈ പെടുമരണം നമ്മളെല്ലാരും നാണം കൊടുത്തു. വർമ്മ സാറിന് അവരെ ശരിക്കറിയാം. അതിനെന്താ, അമ്മയ്ക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാമല്ലോ. ഞാൻ വർമ്മ സാറിനോട് പൊതുവായി ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാ വന്നത്. ഓ, അളിയന്റെ മക്കളാക്കോ. ആളെയും പേടിക്കണ്ട, ഞാൻ കൺട്രോൾ ചെയ്തോളാം. ചെയ്യണം. അമ്മേ, നമുക്ക് ആ ഡിസ്കഷനൊക്കെ വൈകിട്ട് പോരെ? എനിക്ക് രാവിലെ ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. അയ്യോ, അത് മതി, അത് മതി. എനിക്ക് സ്വസ്ഥമായിരുന്ന് കുറച്ച് സംസാരിക്കണം. ഓ, എന്നാ ഞാനും രാജും പോയിട്ടാ. ഓ, ആ വേണോട്ടാ, പോകരുത്. അവര് പോവില്ല പ്രതാപ, ഞാനല്ലേ പറയുന്നേ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി. പോകണം പോകണമെന്നും പറഞ്ഞ് സാധാരണ രാധമ്മയാ ധൃതി കൂട്ടാറുള്ളത്. ഇന്ന് രാധമ്മയുടെ മുഖം കണ്ടിട്ട് ഓടിപ്പോകാനുള്ള ടെൻഷൻ ഒന്നുമില്ല. ഞാൻ ഓണത്തിന് ഇവിടെ വന്നപ്പോഴും സൂര്യമംഗല കൊട്ടാരത്തിൽ വന്നപ്പോഴും മനസ്സ് ചില കാരണങ്ങളാൽ അസ്വസ്ഥമായിരുന്നു. എനിക്ക് ഇപ്പൊ അതില്ല മേഡം. നമ്മൾ ഇനി എല്ലാരും ഒരു കുടുംബമാ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യണം. മനുഷ്യരായ നമ്മൾ വിചാരിച്ച പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. സാറ് വിഷമിക്കാതെ. യാമിനി മാഡത്തിന്റെ ഒരു അസുഖമല്ലേ, അത് മാറിക്കോളും. ശേഖരനെ യാമിനി എന്ന് പറഞ്ഞ അവന്റെ പ്രാണന്റെ പാതിയാ. അതാ ഇത്രയ്ക്ക് മനപ്രയാസം. അത് യാമിനി മേഡം കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കുമ്പോ മാറിക്കോളും. സാറ് വിഷമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു അസുഖമാണ്. മനസ്സിന് ചില വേദനകൾ തട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു വികല്പം, അത്രയേ ഉള്ളൂ. വികൽപ്പോ? അതൊന്ന് എനിക്കെങ്ങും അറിഞ്ഞൂടാ. ഇതൊക്കെ ഇവരുടെ ലാംഗ്വേജ്. ഇതിനൊക്കെ ഒറ്റമൂലി ചികിത്സകളുണ്ട്, എനിക്കറിയാം. നോക്കട്ടെ, ഇത് മാറിയില്ലെങ്കിൽ ഞാൻ മാറ്റിത്തരാം. അകലേ നോവിനാലേ